ഗായ്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാന് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇൻസ്റ്റയില് ഞാൻ കുറച്ച് ഷോർട്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ലവ് സ്റ്റോറിയാണത്. അതായത് പ്രണയം, ജീവിതം, പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് എന്താ പറയാ, ഇപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഇൻസ്റ്റയിൽ എനിക്ക് കുറെ മെസ്സേജ് ഉണ്ട്, അപ്പോൾ യൂട്യൂബിൽ കാണുന്നില്ല പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ തപ്പിട്ട് കിട്ടിയില്ല, അപ്പൊ യൂട്യൂബിലില്ല, എന്താ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും റെസ്പോൺസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ അതിങ്ങനെ ക്ലിക്ക് ആവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഇടാത്ത വേറെ ഒന്നുമല്ല, ആ സ്റ്റോറി അവിടെ ഞാൻ പകുതി വെച്ച് നിർത്തി പോയിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് മുതൽ അത് ഇനിയും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിർത്തിയത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒട്ടും ടൈമില്ലാത്തത് എന്താ പറയാ, രാവിലെ എണീക്കാം, ആദ്യം സ്കൂളിൽ പറഞ്ഞേക്കാം, എല്ലാവരും നഴ്സറി പറഞ്ഞേക്കാം, അത് കഴിഞ്ഞ ബാക്കിൽ നിൽക്കുക, ഓഫീസിൽ പോവാൻ ഞാൻ റെഡിയാവാം, അത് കഴിഞ്ഞാൽ പോവുക, 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, ആദ്യമേ പഠിക്കാനുള്ളത്, എനിക്ക് പിന്നെ വീട്ടിൽ വന്ന 1 മണിക്കൂർ വീട്ടിൽ നിന്നിട്ട് വർക്ക് ചെയ്യാണ്ട്, അപ്പൊ അത് പിന്നെ വേണ്ടിയിട്ട് പണി, ഇപ്പൊ മൊത്തത്തിൽ ഫുൾ ബിസിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബിസിയാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എന്നാലും കുറെ പണിയെടുത്തൊന്നും ഇഷ്ടമല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നുവെച്ചാൽ പണിയെടുക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല, പണിയെടുക്കാനും മടിയാണ് കേട്ടോ ഗൈസ്, സത്യം പറയാലോ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇപ്പൊ ഫുൾ ബിസി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഗൈസ്, അതാ നല്ലത്. അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് ആകെ ഒരു ദിവസം എല്ലാവർക്കും ഫ്രീ ഉണ്ടാവുക. ഇനി ഞായറാഴ്ച ക്ലാസ് പോകും. അപ്പൊ പിന്നെ ശുഭ രാവിലെ പോയി കഴിഞ്ഞാൽ 4 മണി 5 മണി 5:30 ആകുമ്പോൾ, 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഞാൻ എത്തുമ്പോൾ 5 മണി 5:30 ആവും. അത് കഴിഞ്ഞാലും ഇത് തന്നെ സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഫുൾ ബിസിയാണ് ഗൈസ്. പിന്നെ അത് മാത്രല്ല, അപ്പൊ ഫുൾ ബിസിയാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അല്ലാണ്ട് ഞാൻ അതവിടെ പകുതിക്കിട്ട് പോയിട്ടില്ല. എന്നോട് ഒരാൾ ഇൻസ്റ്റ വെച്ചിട്ട് എല്ലാം പകുതിക്കിട്ട് പോയ പോലെ ഇതും പകുതിക്കിട്ട് പോയോന്ന്. പകുതി അത് ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നെ ആരും അറിയണ ഓരോരോ ആരാണ്, പക്ഷെ എനിക്കാളും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ പകുതിക്കിട്ട് പോയിട്ടൊന്നുമില്ല. എന്തായാലും ഞാനത് ഇന്ന് എന്തായാലും രാത്രി ഉറങ്ങാണ്ടായാലും വേണ്ടില്ല, ഞാൻ എന്തായാലും വീഡിയോസ് ഇട്ടിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യും. പിന്നെ അതിൽ തന്നെ ഞാൻ വേറൊരു സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്നോട് എന്താ പറയാ, അതെന്താ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് തന്നെ വെച്ചത്, ഇനി അത് ഇടണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അങ്ങനെ ഉണ്ട്, എന്താ പറയാ, മറ്റേതൊക്കെ എനിക്ക് അങ്ങനെ വരണുണ്ട്. മറ്റേത് എന്താ പറയാ, അങ്ങനെ ആവട്ടെ, വരണില്ല ആ സംഭവം. അപ്പൊ എന്തായാലും അതും ഞാൻ എന്തായാലും ഇടും. അതുപോലെ റിയൽ സ്റ്റോറി ആണോന്ന് ചോദിക്കണവരോട്, റിയൽ സ്റ്റോറി ആണെന്ന് വെച്ചാൽ റിയൽ സ്റ്റോറി അല്ല, ആണോന്ന് വെച്ചാൽ ആണെന്നും പറയാം, രണ്ടിന്റെ ഇടയിലാണ് കേട്ടോ. അപ്പൊ പിന്നെ അത് എന്നോട് കുറേ പേര് കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്നത് റിയൽ സ്റ്റോറി ആണോ, അത് നീയാണോ, മറ്റേത് നിയാസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ റിയൽ സ്റ്റോറി ആണോന്ന് വെച്ചാൽ ആണ്, അല്ലാന്ന് വെച്ചാൽ അല്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നല്ല നല്ല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഇനി അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വരും. കാരണം എത്ര തിരക്കാണെങ്കിലും ഞാൻ യൂട്യൂബിൽ എന്തായാലും വീഡിയോസ്, അത് എൻ്റെ മെയിൻ. ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. എൻ്റെ ഹോബി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കല്, ഫോട്ടോ എടുക്കല്, അപ്ലോഡ് ചെയ്യല്, എഡിറ്റ് ചെയ്യല്, ഇതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദമിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഉണ്ട്, ഇൻഷാ അല്ലാഹ്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറേ പാട്ട് കുറേ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒക്കെ സെക്ഷൻ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവന് ബർത്ത്ഡേക്ക് ഒന്നുമില്ലാതെ, സർപ്രൈസും ഇല്ല, ഒന്നുമില്ല, നമുക്കൊന്ന് ടൂർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് എറണാകുളം വരെ പോയി. എറണാകുളം മീൻസ് കൊച്ചിയിൽ പോവാന്. ഞാൻ പണ്ടൊക്കെ കൊച്ചി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിപ്പാടൊരു കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിമൊക്കെ മരിച്ച് പിന്നെ പെൺകുട്ടികളാണ്, അവർക്ക് അവിടെ ഇവിടെയൊക്കെ കെട്ടിച്ചെടുത്തും അങ്ങനെയൊക്കെ ആയ കാരണം ഇപ്പൊ അങ്ങോട്ട് പോകാൻ കേട്ടോ. പണ്ട് ഉപ്പാനുമാരൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇടക്കിടക്ക് പോയതാണ് കൊച്ചി. ഇപ്പൊ കുറേ കാലത്തിന് ശേഷം ഇപ്പൊ നമ്മള് കൊച്ചിയിലൊന്നും പോവാറില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിയിൽ പോവാന്. അപ്പൊ ഞാനെന്ത് ചെയ്ത്, ആദമും ഞാനും കൂടി ഒറ്റക്ക് പോകാനാട്ടോ വിചാരിച്ചത്. അപ്പൊ നമ്മളെ പ്രിയദർശനം ഉണ്ടല്ലോ, അപ്പൊ മീനൊന്നും നോക്കിയില്ല, ഞാനും ആദമും കൂടിയിട്ട് നേരം വെളുത്ത് എണീറ്റ് ഞങ്ങൾ റെഡി ആയി പോവാൻ നിൽക്കണ നേരത്ത് ഉമ്മ ചായ കുടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉമ്മയോട് വെച്ച്, ഉമ്മ നിങ്ങൾ എന്തായാലും ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അതിന്റെ യെല്ല ബേബിന്റെ അടുത്തേക്ക് വന്ന ഹലോ ഗായ്സ് എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്റെ യെല്ല ബേബി തലയില് തൊപ്പിത്തട്ടൊക്കെ ഇട്ട് ശുന്തിരി പെണ്ണായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇത് എവിടാണ് എന്റെ ഉമ്മച്ചി,
ഞാൻ മോള് ഇപ്പൊ അങ്ങനെയാണ് കളിക്കല്. ഇപ്പൊ അവൾ ഉമ്മച്ചിയല്ലേ, അപ്പൊ ഞാൻ മോളല്ലേ. അപ്പൊ ഞാൻ അവള് ചെയ്യണതൊക്കെ അവളോട് മുന്നിൽ ഞാൻ ചെയ്യും. ഇക്ക് അപ്പിടണോ, ഇക്ക് കുളിക്കണോ, അതുപോലെ എന്നിട്ട് ഇക്ക് പാപ്പ് വേണം, ഇക്ക് വിശക്കണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഫുള്ള് അവളിട്ടിട്ട് അങ്ങനെ അവളിനോട് എങ്ങനെയാണോ അതുപോലെ ഞാൻ അവളോട് ചെയ്തു നോക്കി. അപ്പൊ കുട്ടിക്ക് തോരൊക്കെ ചൊറിട്ട് കേക്ക് വേണം. അപ്പോണ്ട് അവൾക്ക് പ്രാന്ത് അങ്ങനെ തലക്ക് പ്രാന്ത് പിടിക്കട്ടിട്ടാന്ന്. അപ്പൊ അവിടെ ഭാബി പറയുന്നുണ്ട്, ജൂനിയർ ചെപ്പു ശരിക്കും അതന്നെയാണെങ്കിലും ഉമ്മ എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ അവരോട് എന്തൊക്കെയാ കാണിക്കണത് അതേപോലെ അവളും ചെയ്ത് ദേഷ്യം പിടിക്കലേക്ക് പ്രാന്ത് പിടിക്കണ്ടിട്ടാ. രണ്ടാൾക്ക് വരിക്കൂല, ഞാൻ തൊടുത്തെടുത്ത് കളയാൻ പോകണക്ക് പ്രാന്ത് പിടിക്കണ്ടിട്ടാ, തല്ലൂടുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ എന്താണ് അവരോട് പറയണത് അതേപോലെ അവൾ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ എവിടെ വെച്ചിട്ടാണ് എത്തിയെന്ന് വെച്ചാല് നമ്മൾ ഉമ്മ മേശം വരുന്നിട്ട് ചാവടിക്കായിരുന്നു, മേശമല്ല സോറി കോണം വരുന്നിട്ട് ചാവടിക്കായിരുന്നു. അപ്പൊ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എങ്ങളുണ്ടോന്ന് ചോദിച്ചു. ഞാൻ വെറുതെ അയ്യോ മുടി കെട്ടടാ, ഞാൻ മുടി കെട്ടിയതാ, ഇനി കെട്ടണ്ട. ഇതാ പണിന്റെ മുടീനെ ഊര, അവളെന്നെ ഊരി കെട്ടി ഒരുക്കി തരാണ് പണിഷ്ട. ഒരു ഭാഗത്ത് അവളെ മുന്നിൽ നിൽക്കാൻ പാടില്ല, അവള് ഉമ്മണിന്റെ ഉമ്മച്ചിയൊക്കെ മുടി കെട്ടണ്ട അപ്പൊ എന്താ പറയാ, അപ്പൊ ഉമ്മാനെ ഞാൻ പറഞ്ഞു ഉമ്മ വായും അപ്പൊ ഉമ്മാനെ ഉമ്മ എപ്പോഴൊക്കെ വൈകിടേക്ക് നടക്കാൻ വൈകിടൊക്കെ കൊറേ പറഞ്ഞിട്ടാ. അപ്പൊ പറഞ്ഞ സാറിലും ഉമ്മ ഇങ്ങോട്ട് വായി, ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, ഞാൻ അതിന്റെ ഒറ്റക്കല്ല പോണത്, അപ്പൊ നിങ്ങളും വായോ, അപ്പൊ നമുക്ക് എല്ലാരൊക്കെ പോവാന്നാണ്. അപ്പൊ ഉമ്മാനെ ഞാന് പിടിച്ചു വെച്ചിട്ടാണ് കൊടുന്ന്. അപ്പൊ ബാബി ഇവിടെ ഉണ്ട്. അപ്പൊ ബാബിനെയും പിടിച്ച് ആദമ് എൽന ഞാന് ഓസില് അമ്മി ഉമ്മ ബാബി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പ്രിയദർശനിൽ പോയി. എന്റെ മുടി ഊരാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പ്രിയദർശനില് ഞാന് ഉമ്മ ബാബി ഞങ്ങൾ എല്ലാരും കൂടി പോയി. ആദമിന് മാത്രം നമുക്ക് ഹാഫ് ടിക്കറ്റ് വന്നോളൂ 45 രൂപ. ഭയങ്കര എക്സ്പെൻസീവ്. കുറച്ച രീതിയിൽ നമുക്ക് എറണാകുളം പോയി, കൊച്ചി പോയി, കൊട്ടാരം കണ്ട് കുറെ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയി അടിച്ചു പൊളിച്ച് കറങ്ങി വന്ന് ഞങ്ങൾ ഏകദേശം ഒരു ഉമ്മ ചാടിക്കുന്ന സമയമായിരുന്നു. രാവിലെ നേരം വൈകിട്ട് ഒരു 11 മണി 11:30 കാണുന്ന സമയത്ത്, ഒരു 10:30 കാണുന്ന സമയത്തിന് മുടി അയച്ച് 10:30 കാണുന്ന സമയത്ത് ഞാനും ഇതാണ് ഇവിടെ പ്രശ്നം. ഒരു വീഡിയോ പോലും എടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ മനസ്സിലായില്ലേ ഗൈസ്? ഇതാണ് ഇവിടെ അച്ഛന്മാർക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. ആ സമയത്ത് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കുകയില്ല. എന്താച്ചാ ചെയ്യും, സ്ലൈഡ് ഊരണ്ട പൂണ്ടിതേ ഊരിത്താന്ന് എന്താച്ചാ ചെയ്ത് സ്ലൈഡ് ഊരണ്ട സ്ലൈഡ് ഊരണ്ട പറ്റണ്ട. അപ്പൊ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോയി. അപ്പൊ അതിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അവിടെ പോയിട്ട് കുഞ്ഞൊരു കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഉമ്മവരെല്ലാരും കൂടി വന്നപ്പോ ഞാൻ എന്താ പ്ലാനായിട്ട് മാറ്റി. അപ്പൊ അവര് വിചാരം എനിക്ക് എല്ലാം അറിയാവുന്നതാണ്, പക്ഷെ എനിക്കൊന്നും അറിയേണ്ടതില്ല. അവിടെ പോയിട്ട് ഞാൻ ഓരോന്ന് നോക്കി പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ അവരെ കൊണ്ടുപോയി. അങ്ങനെയാണ് എറണാകുളം പോയി. നാടൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി ഞാനാണ് കൊണ്ടുപോയത്. അവർക്കൊന്നും അറിയില്ല, അവരെ ചെറിയൊക്കെ എല്ലാം അറിയാവുന്നതാണ്, പക്ഷെ എനിക്കൊന്നും അറിയേണ്ടതില്ല. ഒക്കെ പോയി ഒക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ വന്ന് മുടി അഴിച്ച് അങ്ങനെ ഞങ്ങള് എന്താ പറയാ അവിടെയൊക്കെ കണ്ടു വന്ന്. അപ്പൊ അവൻ കേക്ക് ഒന്ന് കട്ട് ചെയ്യാന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കൊണ്ടുപോയത്. കുട്ടിക്ക് ഭയങ്കര വിഷമം. ഉമ്മച്ചി എന്നെ ഇപ്പൊ എവിടേക്കും കൊണ്ടുപോകണില്ല, ഹൗസിലമ്മി പോണ കണ്ടില്ലേ, ഉമ്മച്ചിനെ കൊണ്ടുപോകണില്ല. പിന്നെ അവന്റെ പണ്ടത്തതൊക്കെ എടുത്തിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാനൊന്നും നോക്കില്ല. രാത്രി അവൻ കിടന്നുറങ്ങണ നേരത്താട്ടോ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാനൊന്നും ഒന്നും നോക്കില്ല. നമുക്ക് നാളെ എന്തായാലും പോവാം. മൂന്നാർ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എത്ര മണിക്ക്, 12 മണിക്കോ ആണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നമുക്ക് മൂന്നാർ പോവാതമ്മേ. മൂന്നാർ പോയിട്ട് നമുക്ക് പുലർച്ചെ 4 മണിക്ക് എണീക്കണം, കിടന്ന് ഉറങ്ങിക്കോ. ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് ബസ് ഉണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ ഒരു 6:30 മൂന്നാറിക്കുള്ള ബസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്ത് എണീറ്റപ്പോ സമയം 6 മണി. 4 മണിക്ക് എണീക്കാൻ പറ്റിയില്ല ഗൈസ്, കാരണം നല്ല നേരമായിട്ട് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എണീറ്റത് ആ ടൈമിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശോഭയിലോ നെസ്റ്റോലോ അങ്ങനെ വിളിക്കാലൊക്കെ കൊണ്ടുപോകാന്ന്. പിന്നെ വെറുതെ ഇൻസ്റ്റഗ്രാമൊക്കെ തോണ്ടിയപ്പോ കൊച്ചി ഫുള്ള് നോക്കുന്നത് കൊച്ചി കോഴിക്കോടൊക്കെ. കോഴിക്കോട് എന്തായാലും വേഗം എത്താൻ പറ്റില്ല, കുറച്ചിതല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കോഴിക്കോട് പോവാണ്ട് നമുക്ക് എറണാകുളം പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് പോവാൻ വേണ്ടിട്ട് മുത്തമ്മായിൽ ബസ് കയറി ഞങ്ങൾ എറണാകുളം പോയി. അങ്ങനെ എല്ലാരും കൂടിയിട്ട് പെട്ടെന്ന് എടുത്തു പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് എന്തോ പോരായിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല. വേഗം പിറ്റേ ദിവസം തന്നെ ഞാൻ കുട്ടീനെ കൊണ്ടുപോയി. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ അവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങള് പിറ്റേ ദിവസം ഓഫീസ് ആയിട്ട് വരുമ്പോൾ ഞാൻ കേക്കും അങ്ങനത്തെ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന്
അതുപോലെ തന്നെ ഞാൻ അവനോട് പറഞ്ഞു കേക്കും ഒന്നും മേടിച്ചില്ല അതമേ ഉമ്മച്ചിയുടെ പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോ കുട്ടിയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇല്ലല്ലോ ഉമ്മച്ചിരയില് അങ്ങനെ പറഞ്ഞിട്ടോ. എന്നിട്ട് ഞാൻ ആദ്യമേ സൈക്കിൾ എടുക്കാം 4 മണിക്കാറ്റ് പോവാന്നാണ്. അങ്ങോട്ട് കുറച്ചുണ്ട് കേട്ടോ പോവാന് 4 മണിക്കാറ്റിക്ക്. ഞാന് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഞാൻ സൈക്കിളോട്ട് 4 മണിക്കാറ്റിക്ക് പോവാറുള്ളതാണ്. അതുപോലെ രാത്രി ഞാൻ ഇവിടെ സൈക്കിൾ ഓട്ടാറുള്ളതാണ്. ഞാൻ രാവിലെയും വൈകുന്നേരം സൈക്കിളോട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ സൈക്കിളോട്ടം കാരണം ഞാൻ പോവാറുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷാദം അങ്ങനെ ആദ്യമായിട്ടാണ് അത്ര ദൂരത്തേക്കൊക്കെ പോണം കേട്ടോ. അപ്പൊ അവൻക്ക് അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. നിർത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണും, ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ 4 മണിക്കാറ്റി പോയി ഒരു ബർഗറും ലൈമും ഒക്കെ മേടിച്ചു കൊടുത്ത് അവിടെ നിന്ന് ഒരു 8:30 9 മണിയാണ് 8:30 ആവുന്ന സമയത്തൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് ബാബിയുടെ സർപ്രൈസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ അവനാകെ എന്താ പറയാ, അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി. എന്താന്ന് വെച്ചാല് ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ മനസ്സ് നിറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞത് ഇത് പറയുന്നില്ല. ഇപ്പൊ അടുത്തൊന്നും അത്രത്തോളം മനസ്സിൽ നിന്ന് ഉള്ളറിഞ്ഞതിന് നമ്മതാവൂലേ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം മക്കൾ അവരെ കാര്യത്തില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവൻക്ക് എന്താ പറയാ അവൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കുട്ടി. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇതിലിട്ടരാം കേട്ടോ. അവൻക്ക് ആ ഷോർട്സിൽ കാണാം. അവൻക്ക് അത് സർപ്രൈസ് അവൻ കണ്ടപ്പോ അവന്റെ മുഖം കുട്ടിക്ക് കരച്ചിലാണോ സന്തോഷാണോ അവ വരുന്നത് എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാവുന്നത് ഗൈസ്. അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്താ പറയാ അത് കണ്ടപ്പോ എല്ലായി എനിക്ക് സത്യമാണ് പറയുന്നത്. കാരണം അത്രത്തോളം എനിക്ക് അവന്റെ അത് കണ്ടപ്പോ എനിക്ക് അത്ര സന്തോഷമായി. അങ്ങനെ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സൈക്കിളുമ്മ പോകുമ്പോ തന്നെ ഉമ്മ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ്മ ചെയ്യുന്നുണ്ട് കുറെ ഉമ്മ തരെയും ഐ ലവ് യു പറച്ചിലും ഉമ്മ തരലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതും കൂടെ ആയപ്പോ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പൊ അവന്റെ ബർത്ത്ഡേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്രയും നല്ലതാക്കി എനിക്ക് കൊടുക്കാൻ പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങളൊക്കെ. അപ്പൊ നമ്മളെ ആദ്യം കഞ്ഞി വെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഒരാള് ഫോണിലിരുന്ന് കളിച്ചിരുന്നതാണ്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ എത്ര നേരം ചോദിക്കണെന്ന് അവനവിടെ ഫോണിൽ നിന്ന് കഞ്ഞി ഇതാക്കിയാണ്. ഇപ്പൊ എത്ര മണി 8:30 ആയിട്ടുള്ള ഗൈസ്. അപ്പൊ ഇവിടെ അവനൊക്കെ ഭക്ഷണം കഴിക്കാൻ 9 മണിക്കൊക്കെ മുമ്പേർക്കൊക്കെ. അപ്പൊ അവനും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ കണ്ടില്ല മുടിയൊക്കെ അയച്ചിട്ട് ചപ്രകളിലേക്കിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ റൊണാൾഡോയുടെ ടീമുണ്ട് മെസ്സിയുടെ ടീമുണ്ട് കേട്ടോ. റൊണാൾഡോ ആരാ റൊണാൾഡോ അറിയോ? അമ്മി റൊണാൾഡോ ആയിരുന്നു കേട്ടോ. തോറ്റുന്നാൻ ഇപ്പൊ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. മുഹമ്മദ് റൊണാൾഡോ ആയിരുന്നു. തോറ്റുന്നാൻ ഇപ്പൊ മെസ്സിയിലേക്ക് മാറിയിട്ടാ. അപ്പൊ മെസ്സിയാണ് മൂപ്പറാണ്. ഇനി മെസ്സി തോറ്റു കഴിഞ്ഞാൽ അവന് ആരെ ടീമിക്കാൻ മാറാന്ന് എനിക്കറിയില്ല. ഇപ്പൊ അങ്ങനെ നെയ്മറാ ഈ റൊണാൾഡോ ഏതാ ടീം? നെയ്മർ തോറ്റ്. നീ തോറ്റ നെയ്മർ. അപ്പൊ എല്ലാവർക്കും ചാറ്റാ ബൈ സീ യു. ഇവിടെ ഫുൾ അവസരവാദികളൊക്കെ ഞാൻ നെയ്മറായിരുന്നു പണ്ട്. ഇപ്പൊ നെയ്മറൊന്നുമല്ല. എനിക്ക് റൊണാൾഡോനാണ് ഇഷ്ടം. ടീം ഇഷ്ടം മെസ്സിനെ, ടീം ഇഷ്ടം അർജന്റീന. പക്ഷെ പേഴ്സണലായിട്ട് അത് വ്യക്തിയായിട്ട് ഇഷ്ടം റൊണാൾഡോ. എനിക്ക് അതുപോലെ ഇഷ്ടം. അപ്പൊ ഞങ്ങളെ ഇഷ്ടങ്ങളൊക്കെ കേട്ടില്ല എന്താ പറഞ്ഞ ഇത് ഞങ്ങൾ ഉണ്ണിയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കഞ്ഞി കൊടുക്കാം. കഞ്ഞി ഒന്നും ഒഴിക്കണം. ടാറ്റാ ബൈ സീ യു.